നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. വിഷയം മറ്റൊന്നുമല്ല, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നു. അതായത് ഹൈക്കോടതി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് തടയിട്ട നവകേരള സർവേയുമായി തുടരാം സർക്കാരിന് എന്നുള്ളതാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്ന സുപ്രധാനമായൊരു വിധി. സർക്കാരിന് വേണ്ടി കപിൽ സിബൽ ഹാജരായി എന്നുള്ളതാണ് വാസ്തവം. ഇനിയും എന്തുകൊണ്ടാണ് ഈ നവകേരള സർവേയുമായി തുടരാം എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് സർക്കാർ ഇവിടെ സംസ്ഥാനത്ത് ഓരോ പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പ്രോജക്റ്റുകളെക്കുറിച്ചും ഈ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളെ അറിയിക്കേണ്ടത് ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെയും ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുപ്രീം കോടതിക്ക് പോലും ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി നമ്മളോടൊപ്പമുള്ളതാണ് നമ്മളുടെ സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ. ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നമുക്കിടയിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കായിട്ടുള്ളവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഇതുകൂടാതെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ലക്ഷത്തിലധികം വീടുകൾ നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളവർക്കും അയൽപക്കക്കാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കായി ആ വീട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇതുകൂടാതെ നമ്മുടെ തീരദേശ ഹൈവേ നടപ്പിലാക്കുന്നു, അതോടൊപ്പം മലയോര ഹൈവേയുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. നമ്മുടെ സാധാരണ ഹൈവേ വികസനം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പ്രോജക്റ്റ്, നമ്മുടെ സ്കൂളുകൾക്കുണ്ടായ രൂപമാറ്റം തുടങ്ങി അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിൽ നമുക്കൊരു വിശ്വാസമുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാൽ UDF എന്താണ് ചെയ്യുന്നത്? UDFന് ഇപ്പോൾ ശരിക്കും വിറളി പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാര്യം സർക്കാർ ഇറങ്ങുകയാണ്. അതായത് ഇവിടുത്തെ നവകേരള സർവേ എന്ന് പറയുന്ന ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോവുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സർവേ നടത്തുന്നത്? തങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതായത് സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്, ഇത് അറിയിച്ചു കൊടുക്കണം. അതിന് എത്ര കോടി രൂപ വെച്ച് ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്, ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇനിയും അത് മാത്രമാണോ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം? അല്ല, ജനങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അതായത് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇനിയും ഇത് കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഇനി എന്താണ് വേണ്ടത് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു ചോദ്യം കൂടി അവിടെയുണ്ട്. അതുകൊണ്ടാണ് UDFന് വല്ലാതെ അങ്ങ് വിരളി പിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം എടുത്ത് പരിശോധിക്കുമ്പോൾ 2 പ്രതിപക്ഷ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഒന്ന് രമേശ് ചെന്നിത്തലയും പിന്നീട് VD സതീശനും. എന്നാൽ നമ്മൾ ഇത്രയും കാലം പരിശോധിക്കുമ്പോൾ ഈ 2 പ്രതിപക്ഷ നേതാക്കന്മാരും ഒന്നിനൊന്ന് പരാജയമായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. VD സതീശൻ്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ഒരവസ്ഥ. അതായത് ഇപ്പോൾ ഈ പുതുയുഗ യാത്രയിലൂടെ കേരളത്തിൽ എന്തോ പുതിയതായി സംഭവിക്കാൻ പോകുന്നു, ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് VD സതീശന് പറയാനുള്ളത്. അപ്പോൾ VD സതീശൻ ഈ പുതുയുഗ യാത്രയിലൂടെ ജനങ്ങൾക്കിടയിലേക്കല്ല പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും, ഞങ്ങൾ അങ്ങനെ മലമറിച്ച് തരും, ഞങ്ങൾ കമന്ന് കിടക്കുന്ന നിലയെടുത്ത് മലർത്തിയിട്ട് തരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ VD സതീശൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി അവിടെ തയ്യാറായി നിൽക്കുന്ന പൊതുജനം എന്ന് പറയുന്നത് ഈ 10% ബാക്കി 90% വരുന്ന ആളുകൾ പാർട്ടി പ്രവർത്തകരും കൈയടിക്കാൻ കൂടിയിരിക്കുന്നവരും മാത്രമാണ് എന്നുള്ളതാണ് വ്യക്തത. ഇനിയും ഇവർ പറയുന്നതൊക്കെ എങ്ങനെ മുഖവിലക്കെടുക്കും? കാര്യം ഇതൊക്കെ വെറും വാഗ്ദാനം എന്നുള്ള നിലയിൽ മാത്രം അവശേഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ജനങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള കാര്യവും ഇവിടെ ചോദിക്കാൻ VD സതീശൻ മറന്നു പോകുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം സതീശൻ ചോദിക്കുന്നുമില്ല, ജനങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ സതീശനോട് പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് സതീശനിലുള്ള അല്ലെങ്കിൽ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്തു തരും, പക്ഷേ ചെയ്ത് കാണിച്ചു തന്ന 10 വർഷത്തെ തഴക്കവും പഴക്കവുമുള്ള ഒരു സർക്കാർ ഇവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് സതീശനെ പോലുള്ള ഒരാളുടെ ഈ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടത്? ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ, കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ചെയ്തു തരാൻ ഒരു സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ എന്തിനു മറ്റൊന്നിനെ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് ജനങ്ങൾ പോകും. ഇതുകൊണ്ടാണ് UDF ഭയക്കുന്നത്.
UDF ഇനിയും ഈ നവകേരള സർവേക്കെതിരെ ഞങ്ങൾ ഏതറ്റം വരെയും നിയമപരമായി സമരം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ UDFിൻ്റെ ക്യാമ്പിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ജനങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ പറയുന്ന നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് അവരെ കേൾക്കണമെന്നും തങ്ങൾക്കുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാരിനോട് പറയണം എന്ന് പറയുന്നതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മുഖ്യമന്ത്രി വരുന്നു, അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള കുറച്ച് മന്ത്രിമാരും, അതായത് പല പല വകുപ്പുകളിലായി കുറേയധികം മന്ത്രിമാരും നമുക്കുണ്ട് എന്നുള്ള കാര്യം. അതാണ് ഒരു ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു സർക്കാരിൻ്റെ വ്യവസ്ഥ അതാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടങ്ങുന്നതാണല്ലോ ഒരു മന്ത്രിസഭ. ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ആജ്ഞാശക്തിയുള്ള ഒരാളായിരിക്കണം ഒരു മുഖ്യമന്ത്രി. അതായത് പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവ് തന്നെ ആയിരിക്കണം ആ സ്ഥാനത്ത് ഇരിക്കേണ്ടത്. കാരണം വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ നീക്കാൻ ശേഷിയുള്ളതും ആ തരത്തിൽ ഒരു ശേഷിയുള്ള അല്ലെങ്കിൽ ആജ്ഞാശക്തിയുള്ളവരുമായിരിക്കണം ഒരു മുഖ്യമന്ത്രി എന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കരുതേണ്ടത്. എന്നാൽ VD സതീശൻ ഇനി മുഖ്യമന്ത്രി ആയി വരുന്നു എന്ന കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ ആലോചിക്കുക. ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും തന്നെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നവരും ഒരുപക്ഷെ VD സതീശനേക്കാൾ രാഷ്ട്രീയത്തിലും പ്രായം കൊണ്ടും സീനിയർ ആയിട്ടുള്ളവരുമാണ്. ഇവരാരും സതീശൻ പറയുന്നത് കേട്ട് അതേപോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആരും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ വകുപ്പുകളുടെ കൃത്യമായ ഫലപ്രദമായിട്ടുള്ള ഒരു ഏകോപനം VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയിൽ നടക്കാതെ പോകുമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല പദ്ധതികളും ഇപ്പോൾ ധനവകുപ്പ്, ടൂറിസം വകുപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കാൻ VD സതീശന് കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സതീശൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ പോലും, കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷിയുടെ ആളാണെങ്കിൽ പോലും VD സതീശനേക്കാൾ പ്രായം കൊണ്ടാണെങ്കിലും ഈ പാർലമെന്ററി പരിചയം കൊണ്ടാണെങ്കിലും ഒരുപാട് സീനിയറായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ആ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സതീശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കേണ്ടതുണ്ടോ? ഇപ്പം തൽക്കാലം എന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ VD സതീശൻ പറയുന്നത് എല്ലാവരും കേൾക്കുമെന്ന് നമുക്ക് തോന്നുന്നത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ടീം UDF എന്ന് പറയുന്ന ഒന്നായി നിന്ന് വിജയിക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അധികാരം വേണം. ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സതീശനോട് ഈ കാണിക്കുന്ന മമതയൊന്നും ആരും കാണിക്കില്ല. ഞങ്ങൾ ഭരിക്കുന്ന വകുപ്പുകളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന കുത്തഴിഞ്ഞ ഒരു രീതിയിലേക്കായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിസഭ പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം LDF വരുമ്പോഴെന്താണ്, LDFിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് ഇരിപ്പുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നന്നായി ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരിൽ നിന്ന് കേട്ട് പഠിച്ച ഒരു ഒന്നാന്തരം ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് പ്രകാരം ഇപ്പോൾ പറയുകയാണ് 2000 പോരാ ഞങ്ങൾക്ക് പെൻഷൻ, ഞങ്ങൾക്ക് 2500 എത്തിക്കണം എന്ന് പറയുമ്പോൾ അത് അവരുടെ ജനത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് പറയുന്നത് ആർജവമുള്ള ഒരു സർക്കാരിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അത് പരിഗണിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ സുപ്രീം കോടതി ഇപ്പം ആ ഹൈക്കോടതി ഉത്തരവിനെതിരായി ഉണ്ടാക്കിയ ആ സ്റ്റേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുകയും UDFിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ നവകേരള സർവേയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ സമ്പ്രദായമല്ല നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് കേൾക്കാം, പകരം നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കാനും അത് തിരുത്താനും തയ്യാറാണ് എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം കൂടിയാകും ഈ നവകേരള സർവേ എന്ന കാര്യത്തിൽ തർക്കം യാതൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.